ഇന്ന് പകൽപൂരാണ്. നൗ വി ആർ വാക്കിംഗ് ടു സി ഭഗവാൻ. ഇത് ലക്ഷ്മി ആശുപത്രി ഉള്ള ആ റൂട്ടിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഭഗവാൻ റോഡിന്റെ അവസാനത്തിലുണ്ട്. ഇത് ദൂരെ കാണുന്നുണ്ടോന്നറിയില്ല. പറക്കെല്ലാരും ഒരുങ്ങിക്കഴിഞ്ഞു. ഐ തിങ്ക് ദിസ് ഇസ് വേർ ചിന്മയുടെ ഹെഡ് മിസ്ട്രസ് ഒക്കെ എവിടെയാ താമസം. ചിന്മയ ഹെഡ് മിസ്ട്രസ് ഇവിടെയല്ലേ? അത് സാറില്ല സാർ, ഞങ്ങൾക്കൊക്കെ ടീച്ചറല്ലേ. ഹായ് ശാന്തി. ഹായ് ഹായ്. സോ യു ഒരുക്കിയില്ലേ പകൽപൂരത്തിന്? എല്ലാ കൊല്ലവും ഞങ്ങൾ ഇങ്ങനെ എറണാകുളത്തപ്പനെ കാണാൻ ഒരുങ്ങും. ബ്ലെസ്ഡ് അല്ലേ? നിങ്ങളുടെ വീട്ടിലോട്ട് ഭഗവാൻ അതെ, ഭഗവാൻ ഞങ്ങളുടെ വീട്ടിലോട്ട് അത് 3 ആനെ ഭാഗ്യം ചെയ്യണം, അനുഗ്രഹം. ഇപ്പൊ നമ്മള് ലക്ഷ്മി ആശുപത്രിയുടെ മുന്നിലെത്തി. നമ്മുടെ ഉദയൻ ചേട്ടൻ
ഇവിടെ ഇവിടെ RK ദാമോദരൻ സർ, പ്രസാദ് സർ എല്ലാവരും ഉണ്ട്. നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. ഉത്സവം എങ്ങനെ പോണു സർ? ഉത്സവം അതിഗംഭീരല്ലേ. പുതുപ്പള്ളിക്ക് അശ്വനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിലും വലിയ ഒരാളില്ല. എറണാകുളത്തപ്പനേ ഉള്ളൂ. പിന്നെ എറണാകുളത്തപ്പൻ അതിന്റെ മുകളിലായിരിക്കും. അതാണ് ഏറ്റവും നന്നായിട്ടുള്ള എനിക്ക് പറയാനുള്ളത്. പ്രസാദ് സർ മദ്രാസിൽ ജീവിതത്തിൽ സന്തോഷമുള്ള ഒരു സമയമാണ് ഇതൊക്കെ. ഇത് നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ നാട്ടിലേക്ക് വരുന്നത്. ബാറ്ററി ചാർജ് ആവും അത്ര. സർ ചെറുപ്പം മുതൽക്ക് യു ഹാവ് ഓൾവേസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എറണാകുളത്തപ്പൻസ് ഉത്സവം അല്ലേ? അതെ, നമ്മള് എല്ലാ കൊല്ലവും ഇങ്ങനെ അദ്ദേഹം നമ്മളെ ഇവിടെ വരുത്തിക്കും. നമ്മൾ വായിക്കാറുണ്ട്, കച്ചേരിയും വായിക്കാറുണ്ട്, എല്ലാത്തിലും കൂടാറുണ്ട്, എല്ലാ ഇതിലും. താങ്ക് യു സർ. അമേരിക്കയിൽ നിന്ന് വന്നേക്കണം. അമേരിക്കയിൽ നിന്ന് വന്നതാ കാണാൻ, ഉത്സവത്തിന് വേണ്ടി വന്നത്. ആണോ? എവിടെ നിന്ന് അമേരിക്കയില്? ഹ്യൂസ്റ്റൺ. ഫ്രം ഹ്യൂസ്റ്റൺ. ഓ വാവ്, ദാറ്റ്സ് സോ നൈസ്. അവിടെ കാണും, ലൈവായിട്ട് കാണും. എല്ലാം കൊണ്ട് ഈ പ്രാവശ്യം ഇവിടെ തന്നെ വരാൻ ക്ലാസ്മേറ്റ്സ് ആണോ? ഓ, ക്ലാസ്മേറ്റ്സിന്റെ റീയൂണിയൻ. പ്രസിഡന്റ് ഇങ്ങോട്ട് വിട്ടാണെന്ന് വന്നിട്ടുണ്ട്. അറിയില്ല, ഞാൻ വന്ന കാലം നോക്കി ആദ്യം. ഞാൻ വന്ന കാലം നോക്കി. ഓ ഇല്ലേ. തങ്ങലേറ്റുണ്ടോ? താങ്ക് യു സോ മച്ച്. നമ്മുടെ ഫുഡ് കൗണ്ടറിന്റെ ഫുഡിന്റെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഫുഡിന്റെ ആവശ്യം വരുന്നില്ല. എന്തായാലും എറണാകുളത്തെ അനുഗ്രഹം കൊണ്ട് വിചാരിച്ചാൽ കൂടുതൽ ജനങ്ങള് ഭക്ഷണത്തിന് വന്നിട്ടുണ്ട്. 25,000-ഓളം വന്നിട്ടുണ്ട്. ഫുഡാകാൻ ഇന്നത്തെ ഒരു ദിവസം. ഓ വാവ്, എങ്ങനെയുണ്ട്? കാരണം ഇലയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മള് 85-90 വരെ കൂട്ടാൻ പറ്റില്ല. ഇത് 100, 110, 120 വരെ പോകുന്നുണ്ട്. കൗണ്ടിങ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി എത്ര വരും. നമ്മൾ അരി ഇട്ടതിന്റെ അടിസ്ഥാനത്തിൽ എത്ര വരും കാൽക്കുലേറ്റ് ചെയ്യാം. സിമ്പിൾ ഇതാണ്. അന്നദാനം വാസ് വെരി ടേസ്റ്റി. താങ്ക് യു സോ മച്ച്. നമ്മളെ കഴിവല്ല, അവിടെ ഇരിക്കുന്ന ചൈതന്യം അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് സഹകരണക്കാരെ കൊണ്ട്. അവരുടെ സമർപ്പണ മനോഭാവമാണ് ഇത്ര നന്നാവുന്നത്. Sorry ma'am, sorry. Can someone confirm if the sound is all right? Thank you.
ഉത്സവം നമ്മൾ അടിച്ച് പൊളിക്കല്ലേ, തകർക്കും. എറണാകുളത്തിന്റെ ഉത്സവം നമ്മൾ തകർക്കും. You're ready for para? Yeah. Just give a bite for me, no? For the para, I think. I'll give it to him. Yes. Tell me about your experience. ഇപ്പൊ പറക്കി വരുന്നുണ്ടല്ലോ ഭഗവാൻ, ഇതെന്താ കളിക്കാണോ? പറയൂ. You're live on Ernakulam Temple. Ernakulam team, yeah. Looking forward to it every year. Bhagan Vitlu Viralla. That's like an amazing thing. Thank you. ഇത് നമ്മളുടെ മഹാദേവൻ ഗണേഷ് സർ. അപ്പൊ ഉത്സവമൊക്കെ കഴിയാറായി. എങ്ങനെയുണ്ടായിരുന്നു ഇക്കൊല്ലത്തെ ഉത്സവം? പതിവ് പോലെ തന്നെ എറണാകുളത്തിന്റെ ഉത്സവം ഗംഭീരമാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എല്ലാ കൊല്ലത്തും പോലെ തന്നെ ഇക്കൊല്ലവും വളരെ ഗംഭീരമായിട്ട് എല്ലാ പരിപാടികളും നടന്നിട്ടുണ്ട്. ഭഗവാന്റെ കാരുണ്യത്താൽ നമുക്ക് ഇപ്പൊ പകൽപൂരം വളരെ ഗംഭീരമായിട്ട് നടക്കും. ആറാട്ടോടുകൂടെ നാളെ സമാപിക്കും. എല്ലാവരും നമ്മൾ പതിവ് പോലെ തന്നെ എല്ലാ എറണാകുളത്തിന്റെ ഭക്തന്മാരും അത് മനസ്സ് തുറന്ന് ആഘോഷിക്കുന്ന ഒരു വർഷത്തെ കാത്തിരിപ്പാണത്. നാളത്തോടുകൂടെ വീണ്ടും അത് പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. വീണ്ടും നമ്മൾ ഒരു കൊല്ലത്തേക്ക് വീണ്ടും കാത്തിരിപ്പ്. അപ്പൊ അത് എന്തായാലും ഒരു മനസ്സിലൊരു സന്തോഷവും അത് കഴിയുമ്പോൾ ഒരു വിഷമവും എന്തായാലും ഉണ്ടാവും. ഇവര് രണ്ടൊരു മാച്ച് ആണല്ലോ. അത് എന്റെ ഷർട്ട് ഇത്തിരി ലൂസായി പോയി, അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നിനക്കുണ്ടായിരുന്നു സെയിം ഉണ്ടായിരുന്നു. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ അവരുടെ പറ. എന്റെ ഫോട്ടോ എടുത്തേ. നമ്മളിപ്പോ ഭഗവാന്റെ അടുത്തേക്ക് നടന്ന് എത്താണ്. ഇത് ഞങ്ങളുടെ ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഏത് അമ്പലത്തിലാ ദാസേട്ടാ? പൂന്നം ക്ഷേത്രത്തില് ഇപ്പൊ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. ഉത്സവത്തിന് വേണ്ടി എറണാകുളത്തെ സേവിക്കാൻ വേണ്ടി 10 ദിവസം എറണാകുളത്തെ സേവിക്കാനായിട്ട് ഇറങ്ങിയതാണ്. എങ്ങനെയുണ്ട് ഇക്കാലത്തെ ഉത്സവമൊക്കെ? ഗംഭീരല്ലേ, ദേശാടന്റെ ഉത്സവം ഗംഭീരമായിട്ട് നടത്തുന്നു. വളരെ സന്തോഷം. താങ്ക് യു ഏട്ടാ. എറണാകുളത്തപ്പൻ.
സ്കൂളിൽ പഠിച്ച പഴയ ആൾക്കാരുടെ മാത്രം ഞാൻ വൈകിനോട് കേട്ടേക്കാം ഈ തമ്പിലാണ് അവിടെ അങ്ങനെ അവിടെ ജോലി ഫ്രണ്ടിൽ പോവാൻ പറ്റുമോന്ന് അറിയില്ല. നിങ്ങൾ പോയാൽ ഞാൻ നിങ്ങളുടെ പുറകെ വരും. ആ അങ്ങേര് പോയി, അങ്ങേരെ പുറകെ പോവാം. ഈശ്വര, ആനയുടെ പേര് പുതുപ്പുള്ളിക്കേശവൻ. ബാക്കില് ഈരാട്ടുപേട്ട അയ്യപ്പൻ, മധുരപ്പുഴ കണ്ണൻ. ഇത് ഗുരുവാണ്, നമ്മുടെ ഹനുമാൻ ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ. നിങ്ങളുടെ വീട്ടിലോട്ട് ഇപ്പൊ വന്നിരിക്കുകയാണല്ലേ ഭഗവാൻ തറയ്ക്ക്? അവിടെ ഫുള്ള് പണി നടന്ന കാരണം എങ്ങനെയുണ്ട് ഭഗവാൻ വീട്ടിലോട്ട് വരുമ്പോ ഉള്ള ഫീലിംഗ്? വളരെ സന്തോഷമാണ്. എല്ലാ വർഷം കൊല്ലത്തിലൊരിക്കൽ ഭഗവാനെ തൊഴാനുള്ളൊരു അവസരം. പ്രാവശ്യം കോളനിയുടെ ഫ്രണ്ടിൽ വർക്ക് നടക്കുന്ന കാരണം എല്ലാം ഇവിടെ തന്നെ ആക്കി. റോഡ് പണിയാണല്ലേ? റോഡ് പണിയാണ്, കഴിഞ്ഞു, ഫൈനൽ ഫേസാണ്. നാളെ അവിടെ പറയുന്നു എറണാകുളത്ത് അമ്പലത്തിന് മുമ്പിൽ ആറാട്ടല്ലേ, നമ്മുടെ അമ്പലത്തിന് വകയായിട്ട് ഒരു പറ. ഓ, ഹനുമാൻ കോവിലിന്റെ വക പറയണ്ടല്ലേ? ഓ, ദാറ്റ് ഈസ് നൈസ്, ദാറ്റ് ഈസ് വെരി നൈസ്. അവിടെ കരിക്ക്, ആനപ്പുറത്തുള്ള ആൾക്കാർക്കുള്ള കരിക്ക്. ഇവര്
they would not have had any food since morning. അപ്പോൾ അവർക്ക് കരിക്ക് മാത്രമേ ഉള്ളൂ ആഹാരം. One, two, and catch. നമുക്ക് നടക്കാം. ഇത് നമ്മുടെ ഹൈക്കോർട്ട് ജസ്റ്റിസുമാരുടെ റെസിഡൻഷ്യൽ കോംപ്ലക്സ്. അടുത്തത് പറയാം എവിടെയാണ്. എറണാകുളത്തപ്പൻ്റെ സോഷ്യൽ മീഡിയ ആണ്. എറണാകുളത്തപ്പൻ ടെമ്പിൾ കോംപ്ലക്സ് എന്നാണ്. യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഭഗവാന്റെ ആണ്. ഒരു മിനിറ്റ്, hold it like this. I'll just speak to the judges and come. Okay. Welcome. ജഡ്ജിമാരാണ്. ഓക്കെ.
നമ്മളിപ്പോ ഹൈക്കോടതി ജഡ്ജസ് റെസിഡൻഷ്യൽ കോംപ്ലക്സിലാണ്. ഹൈക്കോടതിക്ക് സുപ്രീം കോടതി സ്റ്റേ കൊടുത്തു.
ഇത് ദീപക് സുനിൽ, ഫോട്ടോഗ്രാഫറാണ്. ബട്ട് ബേസിക്കലി യു ആർ ആർക്കിടെക്ട്. ബട്ട് യു ടേക്ക് വെരി ഗുഡ് ഫോട്ടോസ്. ഞങ്ങൾക്കൊക്കെ ഞങ്ങളായിട്ട് കുറെ കൊളാബറേറ്റ് ഒക്കെ ചെയ്യാറുണ്ട്, നല്ല നല്ല ഫോട്ടോസ് ഒക്കെ. യുവർ ഫേവറേറ്റ് ആണ് ഈരാറ്റുപേട്ട, അല്ല ശിവകുമാറാണ് ഫേവറേറ്റ്. ശിവകുമാർ ഇല്ലാക്കുമല്ലോ അല്ലേ? അക്ഷയുടെ ഇൻസ്റ്റാ ഹാൻഡിൽ ഏതാ? എന്റെ ഇൻസ്റ്റാ ഹാൻഡിൽ പേരാണോ? അക്ഷയ് കൃഷ്ണൻ തന്നെ. ഇപ്പൊ എല്ലാ കൊല്ലം ഇവിടെ ഒന്ന് ഉത്സവത്തിന് എടുക്കാറുണ്ട്, ഫോട്ടോസ് ഒക്കെ എടുക്കാറുണ്ട്. ഓക്കെ, വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് എലിഫന്റ്? എന്റെ ഫേവറേറ്റ് മംഗളകുന്ന് അയ്യപ്പനായിരുന്നു. യു സ്റ്റിൽ ലുക്കിംഗ് ഫോർ? എന്റെ പേര് അപ്പു നമ്പൂരി. എവിടുന്ന? ഞാൻ കോട്ടയം കിടങ്ങൂര്. ഞാൻ മിക്ക ദിവസങ്ങളിലും വരാറുണ്ട്. ആണോ? ഇവിടെ താമസിക്കാണോ? അല്ലല്ല, ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. കോട്ടയത്ത് നിന്ന് ദിവസം വരുമോ? ഇല്ല, രണ്ടാം ദിവസം വന്നിരുന്നു, പിന്നെ ഇന്ന് വന്നു. ഇവിടെ ഏതാനെയാ ഇഷ്ടം?
എനിക്ക് തൃക്കടവൂർ ശിവരാജു. വൈ ഡു യു ലൈക്ക് ഹിം? അങ്ങനൊന്നുമില്ല. എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടർ ട്രേറ്റ് എന്തെങ്കിലും അങ്ങനെ? നാടനാനകളുടെ കൂടുതൽ താല്പര്യം. നാടനാനകളെയാണ് കൂടുതൽ താല്പര്യം. ഓ, അതാണ്. എന്റെ പേര് രോഹിത് ദേവ്കി. This is my first time Ernakulam, so he's my friend, so he took me here. Oh, okay. You take photos or you just came? വെറുതെ കൂടെ വന്ന? ആണോ? Influencing, that's just, yeah. ആണോ? ഇൻഫ്ലുവൻസർ ഒക്കെ ആണോ? Not like that, but yeah, small videos. Okay, thank you so much. ഇത് എറണാകുളം ശിവക്ഷേത്രത്തില് ദിവസം വരുന്ന ഭക്തരാണ് എറണാകുളത്തപ്പന്റെ. എന്ത് പറയാനോ മാമി? എന്തെങ്കിലും പറയൂ, ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടി എന്തെങ്കിലും പറയൂ. എതിർ പാർട്ടിയോട് പിന്നെ പറയാം. നമുക്ക് എതിർ പാർട്ടിയോട് നിൽപ്പുണ്ടാവും. എന്നാലും എറണാകുളത്തപ്പൻ്റെ ഉത്സവം വളരെ ഭംഗിയായിട്ട് തന്നെ ഈ പ്രാവശ്യം നടന്നു. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ട് നന്നായിട്ട് തന്നെ നടന്നു. യാതൊരു സംശയവുമില്ല. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇപ്പം ഇന്ന് പകൽപൂരം, നാളെ ആറാട്ട് എല്ലാം കഴിഞ്ഞ് എറണാകുളത്തപ്പന് സന്തോഷവും തൃപ്തിയായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തൃപ്തിയാണ്, നല്ല അനുഗ്രഹവും കിട്ടും. അതെ, അങ്ങേര് ഹാപ്പി ആണെങ്കിൽ നമ്മളെല്ലാരും അനുഗ്രഹീതരായിരിക്കും. We are going live on Ernakulam Temple Complex. Doctor. Hello. Hello. ഇത്ര കുട്ടികളുടെ ഡോക്ടറാണ്. You are a very famous pediatrician. Yes, yes. So, എങ്ങനെയുണ്ട് ഉത്സവത്തിന്റെ? എല്ലാ കൊല്ലത്തെയും മാതിരി ഇക്കൊല്ലം ഉത്സവം തീരാറായി. സങ്കടമായി അല്ലേ? പടക്കം. ഡോക്ടർ എന്താ പറഞ്ഞോണ്ടിരുന്നേ? എല്ലാ കൊല്ലത്തെയും മാതിരി പറയോടുകൂടി ഉത്സവം തീരാറായി. ഇനി ആറാട്ടായി നാളെ. നല്ല രീതിയിൽ പോകുന്നുണ്ട്. താങ്ക് യു ഡോക്ടർ. രാമകൃഷ്ണൻ സർ നമ്മുടെ പഴയ ദേവസ്വം ഓഫീസറായിരുന്നു. യു ആർ വൺ ഓഫ് മൈ ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്ത ഒരു ദേവസ്വം ഓഫീസർ നിങ്ങളായിരുന്നു. ഇപ്പൊ എവിടെയാ? ഇപ്പൊ നാട്ടില് തന്നെ റിട്ടയർ ചെയ്തു. ഓ, തൃശ്ശൂര് തന്നെ. ഓ, തൃശ്ശൂര് ഊരകത്ത്. ഇപ്പൊ അവിടെയാണ്. അപ്പൊ ഇപ്പോ ഓർമ്മകൾ പഴയ ഓർമ്മയായിട്ട് ഭഗവാന്റെ ഉത്സവത്തിന് വരാറുണ്ട് ഒരു ദിവസം. അന്ന് ഇന്നാണ് എനിക്ക് ഒഴിവ് കിട്ടിയ, ഇന്ന് വന്നു. അതിൽ പങ്കെടുത്തതിൽ സന്തോഷം. താങ്ക് യു. ഇത് നമ്മുടെ വേണു സർ. എറണാകുളത്തപ്പന്റെ കുര്യാക്കോസ്.
എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ മേള? എങ്ങനെയുണ്ട് സർ? നന്നായിരുന്നു. എൻജോയ് ചെയ്തോ? പിന്നെ ഡാൻസ് ഉഗ്രനുണ്ട്. ഡാൻസ് എന്ന് പറയരുത്, നിങ്ങളെ പോലത്തെ ഒരാള് താളം താളം ഡാൻസ് നല്ല കാവ്യമാധവനോട് പറ. സോറി. ഈ താളം പിടിക്കാം. ഓ ശരി. നിങ്ങള് ഞാൻ താളം പിടിക്കാനോ? ഡാൻസ് ആർക്കും പറ്റും, ഷാരൂഖ് ഖാന് പറ്റും, കാവ്യമാധവനൊക്കെ പറ്റും. താളം പിടിച്ച അപ്പൊ അതാണ് വ്യത്യാസം. ഡാൻസ് അല്ലത്, നിങ്ങൾ പറയാൻ പാടില്ല. സോറി സോറി, ഐ എം സോ സോറി. അല്ല, തൃശ്ശൂർകാരെ കളിയാക്കലാണ് നമ്മളെ പണി. അയ്യോ കളിയാക്കിയല്ല സർ, തെറ്റിദ്ധരിക്കരുത്. അഭിപ്രായത്തിന്റെ കുറ്റം കണ്ടിട്ടുണ്ടോ? കുറ്റം മാത്രമേ ഞങ്ങൾ കാണുള്ളൂ. അരുണാണ്ടരക്കാര് ഞങ്ങളെ അപ്പനെ വരെ കളിയാക്കും. പിടിച്ച ലൈവ് പോവാണ്. എന്തെങ്കിലും പറയോ ചോദിക്കുക. ഹലോ ചേച്ചി. നന്നായിട്ട് വരുന്നുണ്ട് ഉത്സവം. നന്നായി അമ്പലത്തിൽ പോയി തൊഴുതിരുന്നു പലതവണ. എല്ലാം നന്നായിട്ട് പരിപാടി നടക്കുന്നുണ്ട്. വലിയ സന്തോഷം എറണാകുളത്തപ്പനെ ഇങ്ങനെ നല്ല ഫുൾ ഇതിൽ കാണുമ്പോൾ വലിയ സന്തോഷം. താങ്ക് യു ചേച്ചി.
നമ്മുടെ അമ്പലത്തെ മൂത്താണ്. ഹീസ് ഓൾസോ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഇദ്ദേഹം വരച്ച പടങ്ങളാണ് ഭഗവാന്റെ സോവനിയറിലൊക്കെ വരാറുള്ളത്. ഇത് ഗിരിജാവല്ലഭൻ സർ. ഗിരിജാവല്ലഭൻ സർ എന്ന് പറയണത് എറണാകുളത്തപ്പന് വേണ്ടിയിട്ട് വെക്കണ്ട. എന്തെങ്കിലും പറയൂ, കേക്കട്ടെ. ഞാൻ എന്താ പറയണ്ട, എറണാകുളത്തപ്പനെ കുറിച്ച് പറയൂ, കേക്കാലോ. എറണാകുളം ശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷാവുളത്തപ്പൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് എറണാകുളം ശിവക്ഷേത്രമായത്. 5 മൂർത്തികളാണ് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത്. പഞ്ചമൂർത്തികൾ എന്നാണ് പറഞ്ഞത്. പഞ്ചാധിപുരത്തപ്പൻ എന്നൊരു പേരും എറണാകുളത്തപ്പനുണ്ട്. സ്വയംഭൂവാണ്. നിത്യപൂജകളും ചിട്ടകളും ഭംഗിയായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദേവനാണ്. അതിൽ മാറ്റം കൊള്ളുന്നതിന് നിർബന്ധമുള്ള ആളാണ്. അഷ്ടമംഗല പ്രസിദ്ധി പറഞ്ഞ 1000 കുടം ജലദ്രോണി വെച്ച് അകത്തൊഴിച്ചാൽ പോലെന്ന് പറ്റില്ല. എനിക്ക് കിണറ്റിൽ നിന്ന് നേരിട്ട് അഭിഷേകം ചെയ്ത് ഞാൻ തൃപ്തനാവുള്ളൂ എന്ന് അഷ്ടമംഗല പ്രശ്നം പറഞ്ഞിട്ടുള്ളതാണ്. ഇത്രയും പ്രശസ്തനായ ഒരു ക്ഷേത്രത്തിലെ ഭഗവാന്റെ പകൽപ്പൂരമാണ് നടക്കുന്നത്. ഏറ്റവും ചിട്ടയോടുകൂടി ഉത്സവം നടന്ന കാലങ്ങളാണിത്. ഏറ്റവും ഭംഗിയായിട്ട് അതിന് വേണ്ട സഹായങ്ങൾ ദേവസ്വം ഓഫീസറിൽ നിന്നുണ്ടായിട്ടുണ്ട്. എല്ലാ സഹായങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഭംഗിയായിട്ട് ഉത്സവം നടക്കും. ഭംഗിയായിട്ട് ഉത്സവം ഇത്രയും വലിയ അന്നദാനം നടക്കുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. 8 ദിവസം അന്നദാനം. ഇതൊക്കെ കൊണ്ട് എറണാകുളം പ്രശസ്തമാവുന്നുണ്ട്. എറണാകുളം എന്ന് പ്രശസ്തമാവാന്ന് പറഞ്ഞാൽ എറണാകുളത്തപ്പനാണ് പ്രശസ്തമാവുന്നത്. ലോകമൊട്ടുക്ക് ഈ പ്രശസ്തി വന്നു കയറിയിട്ട് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത് സന്തോഷത്തിന്റെ ഒരു കാലവും കൂടിയാണ്. 8 ദിവസം എങ്ങനെ പോണേന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. അത്ര ഭംഗിയായിട്ട് പോണേ. കൊടിയേറ്റ് തൊട്ട് ആറാട്ട് വരെയുള്ള ദിവസങ്ങൾ അത്രയും ഭംഗിയായിട്ട് പോണേ. തോട്ടക്കാട്ട് ദിവാന്മാരാണ് എറണാകുളത്തപ്പന്റെ സ്ഥായികൾ. ചേരാലൂർ കർത്താവാണ് ആദ്യത്തെ പറ നടക്കുന്നത്. അവരുടെ പറ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവരുടെ പറ. അങ്ങനെ പ്രശസ്തമായൊരു ദേവനെ ഈ നാട്ടിലുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇത്രയും പ്രശസ്തമായ ദേവൻ. ആ ദേവന്റെ ആറാട്ടും പകൽപ്പൂരവും അത് തുടർന്നുള്ള മറ്റു കാര്യങ്ങളും കൊടിയേറ്റ് മുതലുള്ള കലശങ്ങൾ, അതുപോലെ തന്നെ അതിനു മുമ്പുള്ള ദ്രവ്യകലശം, ഇതൊക്കെ ഇത്രയും കൃത്യമായിട്ട് നടക്കുന്ന ഒരു ക്ഷേത്രം എറണാകുളത്തുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. അത്ര എനിക്ക് പറയാനുണ്ട് ഈ ദേവനെ കുറിച്ച്. താങ്ക് യു സർ. നമുക്ക് വിൽ ഗോ ടു ദ ഗ്രൗണ്ട്. DH ഗ്രൗണ്ടിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നോക്കിയിട്ട് വരാം. ആനകളൊക്കെ നിരക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഗംഭീരാണ്. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുള്ള എഴുന്നള്ളിപ്പാണ്. ആദ്യമായിട്ടാണ് പന്തൽ സംവിധാനം ഏർപ്പെടുത്തുന്നത്. ആനകൾക്ക് 15ഓളം കുടകൾ മാറാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു സംവിധാനം ഏറ്റവും വ്യത്യസ്തമായിരിക്കും, ഏറ്റവും അഴകുള്ളതായിരിക്കും. ഏറ്റവും അഴകുള്ള ആനകളാണ് ഇറക്കിയിട്ടുള്ളത്. എന്താ പറഞ്ഞ ഞാനെന്താ ചെയ്യേണ്ടത്? ആക്കിപ്പോളാം. പോലീസുകാർ വന്ന എല്ലാവരും മാറ്റി നമസ്കാരം. എന്നോട് വിഘ്നേശ്വര അത്തപ്പകാക്കിണ്ടാവാ ഇതപ്പകാക്കല്ല പോലീസ് റോഡിന്റെ പാസേജിൽ മൊത്തം ബൈക്ക് വെച്ചിരിക്കുക. ഇവര് അതിനെ വയ്ക്കുന്നതിന് കുഴപ്പമുണ്ടോ? ആയിൽ ഗൗരീനന്ദനാണ് ഇപ്പൊ വന്നേക്കുന്നത് ഇവിടെ. അടുത്തായിട്ട് നമുക്ക് വരുന്നത് അത് ചൂരൂർ മഠം രാജശേഖരനാണിത്. അതിന്റെ അടുത്തായിട്ട് വരുന്നത് കാഞ്ഞനങ്ങാട്ട് ശേഖരൻ പൂവാലെന്നറിയപ്പെടും. അടുത്തായിട്ട് വരുന്നത് നമുക്ക് ചൈത്ര അച്ചു ആണ്. ചൈത്ര അച്ചു. ഇനി നമുക്ക് 3 ആനകൾ വരുന്നുണ്ട്. അതിനായിട്ട് കൂട്ടായിട്ട് ഈരാറ്റുപേട്ട അയ്യപ്പനും മധുരപ്പുറം കണ്ണനുമാണ് കൂട്ടായിട്ട് വരുന്നത്. കോലം ആന പുതുപ്പള്ളി കേശവനാണ്. പിന്നെ അപ്പുറത്തേക്ക് നമുക്ക് ആനയുണ്ട്. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഇപ്പുറത്തേക്ക് വരുമ്പോ ഇവിടെയുള്ള ആനകൾ പാറന്നൂർ നന്ദൻ, പഴയന്നൂർ ശ്രീരാമൻ, കൊച്ചുഗുരുവായൂർ ഗോവിന്ദൻ, രവിപുരം ഗോവിന്ദൻ എന്നീ ആനകളാണ്. മൊത്തം 15 ആനകളുണ്ട്. ആനപ്പന്തൽ ഇത്തവണ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു സംരംഭമാണ്. പുതിയൊരു ഇനീഷ്യേറ്റീവാണ്. എങ്ങനെ വരും എന്നറിയാൻ വേണ്ടി മെയിൻലി
പ്രോട്ടോകോൾസ്, ആനയുടെ ഡിസ്റ്റൻസ്, ആനകളും ആളുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ്, പിന്നെ ആനകൾക്കും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് സേഫായിട്ട്, ആളുകളും സേഫായിട്ട് ആനകളും സേഫായിട്ട് എല്ലാം സേഫായിട്ട് നടക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനി പകൽപൂരം തുടങ്ങിക്കഴിഞ്ഞിട്ട് ആദ്യം ലൈവ് പോട്ടോ. ഞാൻ കട്ട് ചെയ്യാണ്. ബൈ ബൈ. ഓം നമഃ ശിവായ.